മന്ത്രിയായ ഇവളുടെ 2 കിഡ്നിയും അടിച്ചു പോയത് കൊണ്ട് നിയമപരമായി അല്ലാതെ കിഡ്നി ലഭിക്കാനുള്ള വഴിയായിരുന്നു അവർ കണ്ടത്. വളരെ റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് കിഡ്നി നൽകാൻ പറ്റിയ 2 പേരുടെ വിവരങ്ങൾ മാത്രമേ ശേഖരിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനുവേണ്ടി മന്ത്രിയുടെ ആളുകൾ പൈസ കൊടുത്ത് അവരെ കൂട്ടാനായി പോകുന്നു. അതിലെ ഒരുത്തന്റെ പേര് മുത്തു എന്നായിരുന്നു. മുത്തുവും സുശീലയും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. കിട്ടുന്ന പൈസ കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നവർ. ഒരു ദിവസം ബ്ലീഡിംഗ് കാരണം സുശീല ആശുപത്രിയിലാവുന്നു. താങ്ങാനാവാത്ത ബിൽ വന്നതുകൊണ്ട് അവൻ ഒരു ബ്ലേഡുകാരന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നു. വീണ്ടും വേദന വന്നതുകൊണ്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യുന്നു. യൂട്രസിൽ ട്യൂമർ ഉണ്ടെന്നും അത് എടുത്തു കളയാൻ ഓപ്പറേഷൻ വേണമെന്നും പറയുന്നു. അതിനു വീണ്ടും ലക്ഷങ്ങൾ വേണമായിരുന്നു. അതിനുവേണ്ടി അവൻ വീണ്ടും ആ ബ്ലേഡുകാരന്റെ അടുത്തെത്തുന്നു. ഇത്തവണ പണം വേണമെങ്കിൽ 2 പേരുടെയും കിഡ്നി നൽകണമെന്ന് അവൻ പറയുന്നു. അവന്റെ മാത്രം തരാമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറയുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അവളെയും കൊണ്ട് അവൻ നാട് വിടുന്നു. ആ ബ്ലേഡുകാരൻ അവർ മരിച്ചെന്ന് പറഞ്ഞ് പണത്തിനു വേണ്ടി കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷം ജീവിച്ചിരിപ്പുള്ള അവർക്ക് റേഷൻ വരെ ലഭിക്കാതെയായി. ഇതിനെതിരെ പ്രതിഷേധം നടത്തിയെങ്കിലും ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഇത് കേട്ട മന്ത്രിയുടെ ആളുകൾ ബീഹാറിലുള്ള 2ാമത്തെ ആളുടെ കിഡ്നി ട്രൈ ചെയ്തെങ്കിലും അവർക്ക് മുന്നേ ആരോ വന്ന് അവളുടെ 2 കിഡ്നിയും കൊണ്ടുപോയിരുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് മിനിസ്റ്ററിന്റെ ആളുകൾ മുത്തുവിന്റെ പുറകെ പോകുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ അവർ മരിച്ചെന്നുള്ള കളർ സർട്ടിഫിക്കറ്റ് ഇവരുടെ പവർ കൊണ്ട് ഇല്ലാതെയാക്കുന്നു. അതുപോലെ ഇത് ചെയ്തവനെ ജയിലിലുമാക്കുന്നു. അങ്ങനെ അവസാനം മുത്തുവും ഭാര്യയും ഹോസ്പിറ്റലിൽ എത്തുന്നു. മുത്തു കിഡ്നി കൊടുക്കാൻ തയ്യാറായിരുന്നു. ആ വലിയ ഹോസ്പിറ്റലിൽ അവളെ കൂടെ പരിശോധിച്ചപ്പോൾ ആയിരുന്നു അവൾക്കൊരു കിഡ്നി ഇല്ല എന്ന കാര്യം മനസ്സിലായത്. അത് കേട്ട് പേടിച്ച് അവർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. കോടതിയിൽ പോയി അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയുന്നു. യൂട്രസിൽ മുഴയുണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിരുന്നു അവരുടെ കിഡ്നി കൊണ്ടുപോയത്. അപ്പോഴേക്കും സീരിയസ് ആയ മന്ത്രിക്ക് 2 മക്കളും കിഡ്നി നൽകാൻ തയ്യാറായില്ല. അവസാനം മുത്തു അവന്റെ കിഡ്നി ഫ്രീ ആയിട്ട് മന്ത്രിക്ക് ദാനം ചെയ്യുന്നു.